Hebrews chapter 11 verses 23 to 28. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകന് അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ഒരു ട്രിനിറ്റേറിയൻ ഫാമിലി എന്താണ് എന്നും ആ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന പേഴ്സൺ എന്താണ് എന്നുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഹൗ എ ട്രിനിറ്റേറിയൻ ഫാമിലി ഷുഡ് ബി ആൻഡ് വാട്ട് വിൽ ബി സച്ച് പേഴ്സൺ. ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപയുള്ള ത്രിത്വ ബോധമുള്ള ഒരു കുടുംബം എങ്ങനെയാവാം, ആ കുടുംബത്തിലൂടെ പിറക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രത്യേകത. ഇതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. വളരെ ലളിതമായ വാക്യങ്ങളാണ്, നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കാൻ പോവുകയാണ്. നോക്കണം. ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: ബൈ ഫെയ്ത്ത് വെൻ ഹി വാസ് ബോൺ വാസ് ഹിഡൻ ഫോർ 3 months by his parents because they saw that the child was beautiful and they were not afraid of king's edict. അപ്പോൾ ഈ അപ്പൻ്റെയും അമ്മയുടെയും പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. ശരിയാണോ? അല്ലേ? നമുക്ക് നോക്കാം. ഈ അപ്പൻ്റെയും അമ്മയുടെയും പ്രത്യേകത എന്താണ്? അവർക്ക് വിശ്വാസം. അവർക്ക് എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? വാട്ട് ഈസ് ഫെയ്ത്ത്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാര്യങ്ങളുടെ, അതിവിടെ പറഞ്ഞേക്കുന്നേ എബ്രായർ 11:1. അതിൻ്റെ ബാക്കിയാ ഈ അധ്യായം. ശരിയാണോ? സോ വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാസേജിൽ മുഴുവൻ പറയുന്നത് ഹീബ്രൂസ് 11:1 മാത്രമല്ല, ആക്ച്വലി ഹീബ്രൂസ് 11:2 ആണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കാം, നമുക്കൊന്ന് വായിക്കാം. ഹീബ്രൂസ് 11:2 നോക്കുക. 11:2. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. 11:3 നോക്കൂ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. So faith is to know that the visible world is not absolute. There is something beyond this and something behind this and something above this. Faith is that discernment in which you understand whatever fabulous, fantabulous is the world is, it is finite. It will vanish. നാം കാണുന്ന ലോകം എത്ര സുന്ദരമായാലും എത്ര ചേതോഹരമായാലും എത്ര മനോഹരമായാലും അത് നിൽക്കത്തില്ല എന്നുള്ളതാണ് തിരിച്ചറിവ്. ആണോ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാമേ. ചില കല്യാണത്തിന് പോയിച്ച് നമ്മൾ പറയും പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരു ചേർച്ചയും ഇല്ല. ശരിയാണോ? പെണ്ണും ചെറുക്കനും തമ്മിൽ. എൻ്റെ സീനിയർ അച്ഛന്മാരെല്ലാവരും വന്നു എന്നെ പന്ത് കളിക്കാനൊക്കെ പഠിപ്പിച്ച അച്ഛനാണ്. എല്ലാ അച്ഛനും സന്തോഷം. അപ്പോൾ പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരു ചേർച്ചയില്ലെന്ന് നമ്മൾ പറയുന്നത്. വീട്ടിൽ വന്നിട്ട് അവർ തന്ന ഭക്ഷണം കഴിച്ചേച്ച് അത് ദഹിക്കുന്നതിന് മുമ്പായി പറയുന്നുള്ള ക്രിമിനലാണ് ഏറ്റവും വലിയ കഷ്ടം വെച്ചു. സത്യമായിട്ടും അത് ദഹിച്ചിട്ടില്ല. അതിങ്ങനെ അവിടെ ഇൻഡസ്ട്രീനകത്തൊക്കെ വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്.
എന്നിട്ടും പറയും പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടാൽ അങ്ങോട്ട് പോരാം. അപ്പം നമ്മുടെ ഒരു വിഷൻ അനുസരിച്ച് അവർ തമ്മിൽ ചേരത്തില്ല. എന്നാൽ ചിലരത്തുമായിട്ട് നമ്മൾ പറയും, യോ കണ്ട ആങ്ങളെയും പെണ്ണുങ്ങളും പോലെ ഇരിക്കുക, എങ്ങനെ ഒത്തു? ശരിയാണോ? നമ്മൾ ഈ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴേ ശരിയാണോ ആണോ അനക്കമില്ലല്ലോ. സത്യമായിട്ട് ഇപ്പം ലളിതമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയിൽ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കാറ്റ് പിടിച്ചിരിക്കും, ഒന്നും മനസ്സിലാവാത്ത പോലെ. സോ we are conditioned by perception or perceptions are deceptive. കാഴ്ച നമ്മെ ഓരോരുത്തരെയും അപകടത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൃശ്യമായ ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്നറിയത്തക്കവണ്ണം ദൈവം തൻ്റെ വചനത്താൽ ലോകത്തെ നിർമ്മിച്ചു. ഇതാണ് ഫെയ്ത്ത്. So if you don't learn Hebrews chapter 11 verse 3, rest of the chapter you will never understand. നമ്മൾ പലപ്പം ആശിക്കുന്നതിൻ്റെ ഉറപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാവുന്നു. പരീക്ഷയ്ക്ക് ശരിക്കും പഠിച്ചില്ല, ജയിക്കണം, തോക്കാലും, അതൊക്കെയാണ്. അതൊന്നും അല്ല, കൊച്ചു കാര്യങ്ങളാണ്. That's all kindergarten faith. Faith is not that cheap. Faith is profound. Faith is a philosophical activity. 11:3 നോക്കുക. 11:3 വീണ്ടും വീണ്ടും വായിക്കണം. വിശ്വാസത്താൽ ഈ വിസിബിളായ ലോകത്തിനൊരു റീസൺ ഉണ്ട്. ദാറ്റ് ഈസ് ദ ഇൻവിസിബിൾ വേൾഡ്, അല്ലേ? അതുകൊണ്ടാണ് നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, കാണപ്പെടുന്നതും കേൾക്കത്തില്ല, കാണപ്പെടാത്തതുമായ, അല്ലേ? So in Nicene Creed you affirm, we believe in God who created the visible and the invisible. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ വിശ്വാസം ഉള്ളവരായിരുന്നു ആര്? മോശയുടെ അപ്പനും അമ്മയും. അപ്പനും അമ്മയ്ക്കും ഉള്ളതേ ആർക്ക് കിട്ടത്തുള്ളൂ? കേൾക്കത്തില്ല. അവർക്ക് പറഞ്ഞേ. ഞാൻ പറഞ്ഞു തരാമേ. ഞങ്ങളുടെ മോളൊരു ദിവസം, ഞങ്ങളുടെ വീട്ടിലെ കേൾക്കാൻ സന്തോഷമായിരിക്കുമല്ലോ, ഞങ്ങളുടെ മോളൊരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പ എനിക്കൊരു നല്ല പില്ലോണ വേണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പില്ലോണ? ഞങ്ങൾ രണ്ടും തമ്മിൽ നോക്കണം, എന്താണ് ഈ പില്ലോണ. പിന്നെ മനസ്സിലായി, ഞാൻ മലയാളം മീഡിയം SLC ആണേ, സാധാരണ സ്കൂളിലാണ് പഠിച്ചതേ. അപ്പം ഞാൻ എപ്പോഴും തലേണ എന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ ICSE 79% മാർക്ക് കിട്ടിയ ആളാണേ. നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് പഠിച്ചത്. खड़ी बोली हिंदी बोलना सकता है, इसलिए ठीक है, पढ़ना ही पड़ेगा ना, जरूरत की बात है, ठीक है. സോ എൻ്റെ ഭാര്യ എപ്പോഴും പില്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ പില്ലോയും ഞാൻ പറഞ്ഞ തലേണയും ചേർത്ത് കൊച്ചൊരു വാക്കുണ്ടാക്കിയ എന്താണ്? പില്ലോണ. നിങ്ങളുടെ പിള്ളേർ ഇങ്ങനെ ഇരിക്കാൻ ആരാ കാരണം? നെഞ്ചത്തെ കൈവച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട്. പുതിയ ജനറേഷൻ പോരാ, പുതിയ ജനറേഷൻ ശരിയാവുന്നില്ല. ആരുടെ കുഴപ്പം? തീരുമാനമല്ല, നാളെ കൺവെൻഷനില്ല. സോ അത് നാടൻ ഭാഷ പറഞ്ഞാൽ ടാങ്കിലുള്ളതേ ടാപ്പിൽ കിട്ടും, ശരിയല്ലേ? നിങ്ങൾക്കില്ലാത്തതൊന്നും. ഇപ്പോഴത്തെ സൈക്കോളജി സ്റ്റഡീസ് പറയുന്നൊരു കാര്യമുണ്ട്, വേണേ നമുക്ക് എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടിയേ. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ 1/3 ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദർ, 1/3 ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദർ, 1/3 പേരൻസ്, 1/3 ഉള്ളു സ്കൂള്. നിങ്ങളേത് നല്ല സ്കൂളിൽ പഠിച്ചാലും, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ദിസ് ഈസ് ദി റീസൺ സ്റ്റഡി. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ സ്വഭാവം ഏതോ വല്യപ്പച്ചൻ്റെയോ ഏതോ വല്യമ്മച്ചിയുടെ. രക്ഷപ്പെടാം, വീട്ടിൽ പോയിട്ട് നമുക്ക് പറയാം, അയ്യോ ആ നേരത്ത് ഞാനങ്ങ് വല്യമ്മച്ചിയായി, ക്ഷമിക്കണം കേട്ടോ. അങ്ങനല്ല. ലെറ്റ് മീ കം ബാക്ക്. ഈ പേരൻസ് പറയുകയാണ്, ഈ കുഞ്ഞ് സുന്ദരൻ. ബൈബിളിൽ ട്രാൻസ്ലേഷൻസ് ആർ സംടൈംസ് ഹ്യൂജ് മിസ്റ്റേക്ക്. ഇനി ശ്രദ്ധിക്കണം, മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ കുഞ്ഞ് സുന്ദരൻ, ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ. ഇത് രണ്ടും സെക്കുലർ റോങ് ട്രാൻസ്ലേഷനാണ്. ഇതിൻ്റെ അർത്ഥം ഈ കുഞ്ഞ് തേജസ്സുള്ളവനാണ്. ഈ കുഞ്ഞ് തേജസ്സുള്ളവൻ, കുഞ്ഞ് അഭിഷേകമുള്ളവൻ. ദ ചൈൽഡ് ഈസ് വിത്ത് ഗ്ലോറി, ദ ചൈൽഡ് ഈസ് വിത്ത് അനോയിന്റ്മെന്റ്. ഇത് തിരിച്ചറിഞ്ഞ പേരൻസാണ്. മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അഭിഷേകമുള്ളവരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആർക്ക് അഭിഷേകം വേണം?
ദൈവത്തെ അനുഭവിക്കുന്നവരായിരിക്കണം. പലപ്പോഴും നമ്മുടെ ഒക്കെ മക്കളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, നമുക്ക് സാധിക്കാത്തതൊക്കെ നമ്മൾ മക്കളെ കൊണ്ടങ്ങ്. പണ്ട് ബാലരമയിലൊരു കഥ വന്നേ, 10 വിഷയമുണ്ട്, 10നും കൂടെ ട്യൂഷന് പോകാൻ കൊച്ചിന് സമയമില്ല. 8 എണ്ണത്തിന് കൊച്ചു പോയി, 2 എണ്ണത്തിന് അമ്മ പോയെന്ന്. ബൈബിൾ അതല്ല പറയുന്നത്. സോ ദേ സീ, നോക്കണേ, അവർ കണ്ടു. നോക്കണേ, ഈ കണ്ടു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ കണ്ടു. എന്ത് കണ്ടു? ഈ കുഞ്ഞ് സ്പെഷ്യൽ ചൈൽഡാണ്. ഈ ഒരു സ്പിരിച്വലായി അവർക്കുള്ളത് കൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് മുൾപടർപ്പ് കാണാനായിട്ട് സാധിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ മോശ മുൾപടർപ്പിനെ കണ്ട് അതിനകത്തെ ദൈവത്തെ കാണാൻ കാര്യം, ജനിച്ച കുഞ്ഞിൻ്റെ മുഖത്ത് അഭിഷേകം കണ്ടു. ഒരു പൈതൽ ഒരു നേഴ്സിന് ജനിച്ചു. കുഞ്ഞിന് 2 കൈയും 2 കാലും ഇല്ല. 2 കൈയും 2 കാലും ഇല്ലാത്ത കുഞ്ഞിനെ നേഴ്സ് അമ്മയുടെ അടുത്ത് കൊണ്ടുവരുന്ന മുമ്പ് ഡോക്ടർ പറഞ്ഞു, ദ ചൈൽഡ് ഈസ് വെരി വെരി സ്പെഷ്യൽ, so be very very calm. So they brought this child without 2 hands and without 2 legs, and this lady looked at the child and said, yes, my child is with a special anointment. അതാണ് നിക്ക് എന്ന് പറഞ്ഞ ഒരാൾ. നിക്കിൻ്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിക്കിൻ്റെ അമ്മ ഈ മാംസപിണ്ഡത്തെ നോക്കിയിട്ട് പറയുകയാണ്, യെസ്, മൈ ചൈൽഡ് ഈസ് വിത്ത് സ്പെഷ്യൽ അനോയിൻമെൻറ്റ്. ഇതിൻ്റെ പേരാണ് ത്രിത്വ കുടുംബം. കുഞ്ഞേ, നീ സ്പെഷ്യലാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പേരൻറ്റിങ് നമുക്ക് വേണം. പേരൻറ്റിങ് ഒരു വിളിയാണ് കേട്ടോ. പേരൻറ്റിങ് ഒരു വിളിയാണ്. പേരൻറ്റിങ് ഒരു നിയോഗമാണ്. ഹാവിങ് പിയാനോ will never make you a pianist. Having, അല്ലേ, എല്ലാ വീട്ടിലും ഉണ്ട്, ഇരിപ്പില്ലേ, ഇല്ലയോ? ഹാവിങ് ട്രെഡ്മിൽ will never make you fit 0 size. ശരിയാണോ? തുണി ഉണക്കുക അവരുടെ അടുത്ത് ഇപ്പോൾ. ഹാവിങ് പിയാനോ will never make you a pianist. അടുത്തത് ഞാൻ പറഞ്ഞില്ല. ഹാവിങ് ചിൽഡ്രൻ will never make you a parent. It is not a biological thing, it is a spiritual thing. അതാണ് ബൈബിൾ. ബൈബിൾ പറയുന്നു, ജന്മം കൊണ്ടുള്ള പിതൃത്വവും മാതൃത്വവുമല്ല, കർമ്മം കൊണ്ടുള്ള ഒരു പിതൃത്വവും മാതൃത്വവും ഉണ്ട്. അങ്ങനെ കൊടുത്തവരാണ് ഈ പേരൻസ്. ഈ പേരൻസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. They were not fearing the king, but they were fearing the Lord. ആണോ? So choice was very clear. They were not afraid of the king. അവിടെ നിങ്ങളെ നോക്കുന്ന ദൈവമേ അവിടെ പറയുന്നതൊക്കെയാണോ? ഇല്ലാത്തൊന്നും പറഞ്ഞില്ല. നോക്കിയേക്കണേ 23-ാം വാക്യം. മക്കളെ, ബൈബിളുണ്ടോ? ഇല്ലേ കൂട്ടാ? ദൈവമേ, നിങ്ങളൊക്കെ ന്യൂസിലൻഡിൽ പള്ളി പണിയേണ്ടത് അല്ല. അവിടെ ചെല്ലുമ്പോൾ we are not afraid of the king, we are afraid of God. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സ്ഥലമാണ്. തിരുവനന്തപുരം ഒരു വളരെ പ്രത്യേക നിറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾക്കറിയാമോ, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം പതാക ഉയർത്താൻ തിരുവനന്തപുരത്ത് സ്ഥലം കിട്ടിയില്ല. അറിയാമോ കഥ? വല്ലപ്പോഴും ചരിത്രമൊക്കെ വായിക്കണം. തിരുവനന്തപുരത്ത് എങ്ങും സ്ഥലം കിട്ടിയില്ല. കാരണം അന്നിവിടെ ആരാ ഭരിക്കുന്നേ? ആരാണ് ഭരിക്കുന്നത്? ആരാണ്? കേൾക്കത്തില്ല. ആരായിരുന്നു? 1945 ട്രിവാൻഡ്രം ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? സർ സി. അപ്പോൾ ഇന്ത്യ യൂണിയനിൽ ചേരണമെന്നുള്ള വലിയ തർക്കമൊക്കെ നടക്കുകയാണ്. ഇവിടെ എങ്ങും ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്താണ് തിരുവനന്തപുരത്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. ഒറ്റ കോമ്പൗണ്ടിൽ മാത്രം. അത് YMCAക്കകത്താണ്. YMCA തൻ്റെ ഇടത്തോടെ നിന്നു. YMCAക്കാർ പറഞ്ഞു, ഇറ്റ് ഈസ് അവർ കറേജ്. രാജാവിനെ പേടിക്കാതെ ദൈവത്തെ ഭയന്ന തലമുറയാണ് നമ്മൾ. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, പഞ്ചകല്യാണി. ആരാണ് എഴുതിയത്?
പഞ്ചകല്യാണി എന്ന് ആരാണ്? എത്ര കല്യാണിയെ നമുക്കറിയാം. പഞ്ചകല്യാണി എന്ന് പറഞ്ഞാൽ മാത്യൂസ് മാർ അത്തനേഷ്യസിൻ്റെ കുതിരയുടെ പേരാണ്. പുസ്തകം എഴുതിയ ആളുടെ പേര് ചിത്രമെഴുത്ത് KM വർഗീസ്. ചിത്രമെഴുത്ത് KM വർഗീസ് പഞ്ചകല്യാണി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. മാത്യൂസ് മാർ അത്തനേഷ്യസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നു. പോലീസ് കോമ്പൗണ്ടിൽ വന്നപ്പോൾ തിരുമേനി നമസ്കാരത്തിന് കയറുകയാണ്. നമസ്കാരം തുടങ്ങി. കൗമ തിരുമേനി തുടങ്ങിയപ്പോൾ കൂടെ നിന്ന ഒരാൾ ഓടിച്ചെന്ന് പറഞ്ഞു, തിരുമേനി പോലീസ് വന്നു. തിരുമേനി രൂക്ഷമായി അയാളെ നോക്കി. ആരാധന കഴിഞ്ഞ് മാത്രമേ പോലീസാണേലും കാണത്തുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം മാറിപ്പോയി. പോലീസിനോട് പറഞ്ഞു, ആരാധന കഴിഞ്ഞ് മാത്രമേ തിരുമേനി നിങ്ങളെ കാണത്തുള്ളൂ. ഇതാണ് വിശ്വാസം. രാജാവിനെ ഭയക്കാതെ ദൈവത്തെ ഭയക്കുക. ദൈവത്തെയാണ് മോശയുടെ മാതാപിതാക്കൾ ഭയന്നത്. അതുകൊണ്ട് ലോകത്തെ അവർക്ക് ഭയമേ ഇല്ല. നമുക്ക് ദൈവഭയമില്ലാത്തത് കൊണ്ട് വരുന്നതും പോകുന്നതുമെല്ലാം ഭയമാണ്. ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു കൊച്ചിനെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് കെട്ടിച്ചു. എന്നോടൊക്കെ ചോദിച്ചിട്ടാണ് കെട്ടിച്ചത്. അവൾ കരാറ്റെ 3rd ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ്. ഒരു രാജ്യത്തെ പോലീസ് ഓഫീസറാണ്. ആമ്പിള്ളേരൊക്കെ പോയി കൈവാക്കിന് നിൽക്കല്ലോ കേട്ടോ, പുതിയ പിള്ളേരൊക്കെ. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് നൈറ്റിൽ ഒരു ഒറ്റ അലർച്ച മുറിക്കാത്തുന്നു. വീട്ടുകാരെല്ലാം കൂടെ പോയി നോക്കി. ഇവള് കട്ടിലിൻ്റെ ക്രാസയിൽ ജമ്പ് ചെയ്ത് കയറി നിൽക്കി വച്ചു. ഇവിടെ ആയുസിൽ ഇവള് പാറ്റയെ കണ്ടിട്ടില്ല. പാറ്റ. അമേരിക്ക ജനിച്ചു വളർന്ന കൊച്ച് 3-4 പാറ്റ മുറി കിടന്നോടി. ഇവള് ചാടി ക്രാസിയല്ലങ്ങ് നിൽക്കുകയാണ്. ഇവളിറങ്ങത്തില്ല. ജാക്കി ചാൻ ചാടുന്ന പോലെ ചാടി നിൽപ്പുണ്ട്. When you create a perfect environment for the children, they are not becoming perfect, they are becoming very, very weak. When you create a perfect environment for the children, they are not becoming strong, they in the process become very, very, very weak. ഈ രാജാവിനെ ആ വാക്യങ്ങളൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതിലെ വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ധ്യാനിച്ചാൽ മതി, നമ്മൾ ഗുണപ്പെടും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. രാജാവിനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ടു. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് അവരുടെ പ്രത്യേകത, ഈ കുഞ്ഞിലെ അഭിഷേകത്തെ അവർ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത, ഈ കുഞ്ഞിനെ ദൈവത്തെ ഭയപ്പെടുകയും രാജാവിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കറേജ് ഉള്ളവരായി അവർ വളർത്തിക്കൊണ്ടുവന്നു. 3, ആ വീട് ഈ ആങ്ങള പെങ്ങള ബന്ധത്തെ, വേദോസത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നാണ്. ആദ്യത്തെ അടി ആര് തമ്മിലാണ് ഉണ്ടായത്? കയീനും ഹാബീലും. ഒന്നാമത്തെ തലമുറയിൽ തന്നെ അടിയാണ്. സിബ്ലിംഗ് റൈവൽറി തുടങ്ങി നമ്മൾ പറയുന്നത്. പക്ഷെ വേദപുസ്തകം ഒരു ഹീലിംഗ് കാര്യം കൂടെ പറയുന്നുണ്ട്. ശരിയാണോ? ഈ മോശയ്ക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് ആരാണ്? മിരിയാമാണ്. അപ്പോൾ ആ വീടിനകത്തെ ജനറേഷൻസ് തമ്മിലൊരു ബന്ധമുണ്ട്. ശരിയാണോ? ആണോ? ഈ അപ്പനും അമ്മയും തമ്മിൽ എല്ലാത്തിനും വെട്ടാണ്. പിള്ളേർ തമ്മിൽ വെട്ടോട് വെട്ടായിരിക്കും. ചില വീട്ടിൽ എല്ലാത്തിനും ഡിസഗ്രിമെൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഡിസഗ്രിമെൻ്റ് ഇല്ലെന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുന്നു. നമ്മുടെ എറ്റി തോമസച്ചൻ അങ്ങോട്ട് കയറുമ്പോൾ കൊച്ചമ്മ സാമൻ കാലോസ് അച്ഛൻ വാർക്കും. അങ്ങനൊന്നും അല്ല. എല്ലായിടത്തും ഒക്കെ ഉണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നേ. നിങ്ങൾക്ക് എന്തൊരു സന്തോഷം, അമ്മ നോട്ടൊന്നും എഴുതിയെടുക്കരുത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഈ വഴക്കിങ്ങനെ വല്ലപ്പോഴും ഉണ്ടാകും. സമയം കിട്ടാറില്ല. വല്ലപ്പോഴും വഴക്കുണ്ടാകുമ്പം പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മറ്റേയാടെ കുഴപ്പം പറയാൻ ശ്രമിക്കുകയാണ്. എവിടെയാണ് എൻ്റെ ഭാര്യയുടെ നടപടിക്രമത്തിൽ വീഴ്ചയുണ്ടായതെന്നുള്ള ബോധവൽക്കരണത്തിൻ്റെ ശ്രമത്തിലാണ് വാക്കുകൾ ഉച്ചസ്ഥായിലാവുന്നതും അംഗവിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതും വികാരവിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതും. തിരിച്ച് മറ്റേയാളും അങ്ങനെയും കൂടെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ പറയും ഇത് അടിയാണെന്ന്. ശരിയാണോ? നമ്മൾ പറയും ഇത് ഞങ്ങൾ സംസാരിക്കുക. ഓക്കെ, റൈറ്റ്?
അച്ഛൻ്റെ വീട്ടിൽ ഒരു വഴക്കുമില്ല, അതുകൊണ്ട് അച്ഛൻ്റെ ഇരിപ്പ് കണ്ടാലേ അറിയാം. ജൂബിലി എന്നെ വിളിച്ചിട്ട് എന്തേലും ഞാൻ പറയുന്നുണ്ട്. ഞാനൊരു മനോഹരമായ വീട്ടിന് സാക്ഷി വഹിച്ചു കേട്ടോ. 18 സെൻറ്റ് സ്ഥലം മാത്രമുള്ള ഒരു വീട്, 18 സെൻറ്റ് സ്ഥലം, 9 മക്കൾക്ക് വീതം വെക്കണം. 18 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ വെച്ചു, 9 മക്കൾക്ക് വീതം വെക്കണം. 9 മക്കൾക്കുമായിട്ട് മനോഹരമായി 18 സെൻറ്റ് സ്ഥലം വീതം വെച്ചു. ഈ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. കാരണം അങ്ങനെ അല്ലാത്ത ധാരാളം കാഴ്ചകളുള്ളത് കൊണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവരുടെ അപ്പച്ചൻ രാവിലെ 9:30 മണിക്ക് മരിച്ചു, 86-ാം വയസ്സിൽ. അമ്മച്ചി ഉച്ചയ്ക്ക് 4:30 മണിക്കും മരിച്ചു. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് മാത്രമല്ല, ആത്മാവ് കൊണ്ടൊരു പ്രണയമുണ്ട്, ആത്മാവ് കൊണ്ടൊരു ഐക്യമുണ്ട്. ആ ലെവലിൽ എത്തുമ്പോഴാണ് തൃത്വാധിഷ്ഠിതമായ കുടുംബബന്ധം. ശരിയാണോ? ശരിയാണോ? നമ്മളൊക്കെ നോക്കുന്നത് മുടിയുണ്ടോന്നാ, അല്ലയോ? എൻ്റെ അടുത്തൊരു ചെറുക്കൻ വന്ന് പറഞ്ഞേ എനിക്കൊരു നല്ല പെണ്ണിനെ വേണം. ഞാൻ എന്തുവാടാ ക്വാളിഫിക്കേഷൻ? നല്ല മുടി വേണം. ഞാൻ പറഞ്ഞു ചുമ്മാ ഇരി. മോൻ പറഞ്ഞു അച്ഛന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ശരിയാ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചേടാ എങ്ങനെയുണ്ട്? കല്യാണം കഴിച്ചപ്പോൾ നല്ല നീളമുള്ള മുടിയൊക്കെ ഉള്ളൊരു കൊച്ചായിരുന്നു. എങ്ങനെയുണ്ടാ? ഓ, ആ മുടിയാൽ ഞാൻ വളഞ്ഞച്ചാ, നോക്കുന്നിടത്തെല്ലാം മുടിയോട് മുടി. ഇങ്ങനെ ഓരോന്നും നോക്കിയാ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ നുണസമ്മേളനം എന്താണ്? കല്യാണാലോചനയാണ്. വെടിവെപ്പോട് വെടിവെപ്പാണ്. രണ്ട് വീട്ടുകാർ ചേർന്ന് വന്ന് നുണ കൃത്യമായി പറയുന്ന പരിപാടിയുടെ പേരെന്താണ്? കല്യാണാലോചന കൂട്ടായ്മ. എന്തോ തെള്ളുന്നേ, തെള്ളി അങ്ങ് മറിക്കുക. എല്ലാ വീട്ടിലും യോഗ്യമായ കുറേ പേരുമുണ്ട്, എല്ലാ വീട്ടിലും അങ്ങനല്ലാത്തവരും ഉണ്ട്. ശരിയാണോ? അനക്കമില്ലല്ലോ. ഞാൻ തിരിച്ചു വരട്ടെ. ഈ വീട് ഒരു സിബിളിംഗ് കമ്മിറ്റ്മെൻറ്റിൻ്റെതാണ്. സിബിളിങ്സ് തമ്മിൽ സുവിശേഷത്തിനായ ഒരു ബന്ധം. മിരിയാമും മോശയും തമ്മിലുള്ളത് കേവലം ആങ്ങള പെങ്ങൾ ബന്ധമല്ല, അത് സുവിശേഷത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ബന്ധമാണ്. രക്തബന്ധങ്ങൾക്കുമേൽ സുവിശേഷ ബന്ധം വ്യാപരിച്ചാൽ മാത്രമേ രക്തബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ലെറ്റ് മീ റിപ്പീറ്റ് ദിസ് പോയിന്റ്. രക്തബന്ധങ്ങൾക്കുമേൽ സുവിശേഷ ബന്ധം വ്യാപരിച്ചാൽ മാത്രമേ രക്തബന്ധങ്ങൾ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. മോശയും മിരിയാമും തമ്മിലുള്ളത് തൃത്വത്തിലെ ബന്ധമാണ്. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. കൊച്ചിനെ ആദ്യം കൊണ്ടുപോയി ഞാങ്ങണയ്ക്കകത്ത്, അല്ലേ? നമ്മുടെ സൺഡേ സ്കൂളിലെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ് ഈ പെങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ. അങ്ങനെ പറയും. ഈ പെങ്ങൾ അവിടെ മാത്രമല്ല, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവരെയും കൊണ്ട് പോയപ്പോൾ ആരാണ് പാടിയത്? മിരിയാം പാടി. അപ്പോൾ ഇത് വെറും ഭൗതിക ബന്ധമല്ല, ആത്മീക ബന്ധമാണ്. സഭാ ചരിത്രം പഠിക്കുമ്പോൾ 4-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി ഓഫ് നീസ, ഗ്രിഗറി ഓഫ് നാസിയാൻസസ് എന്ന് 2 വിശുദ്ധരുണ്ടായിരുന്നു. ബാസിൽ ദ ഗ്രേറ്റ്, കപ്പദോക്യൻ പിതാക്കന്മാരെന്നറിയപ്പെടും. തൃത്വോപദേശം പഠിപ്പിച്ചത് അവരാണ്. അവരിൽ ഗ്രിഗറി ഓഫ് നിസയുടെ സഹോദരിയുടെ പേര് സെയിൻറ്റ് മക്രീന എന്നാണ്. സെയിൻറ്റ് മക്രീന, ഗ്രിഗറി ഓഫ് നിസ പലപ്പോഴും വേദനിച്ച് തളർന്ന് പുറമോട്ട് പോകുമ്പോൾ മക്രീനയാണ് പിടിച്ചു നിർത്തുന്നത്. സഹോദര്യത്തിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒരാത്മീക ബന്ധമുണ്ടാകുന്നതായിരിക്കണം തൃത്വാധിഷ്ഠിതമായ കുടുംബം. എന്ന് മാത്രമല്ല, കസിൻസും തമ്മിലും ഒരു സുവിശേഷ ബന്ധമുണ്ട്. അത് ചീട്ടുകളി ബന്ധമല്ല, ആണോ? കസിൻസ്. ആരാണ് കസിൻ? അഹരോൻ, അല്ലേ? ശരിയാണോ? അഹരോൻ, അല്ലേ? അഹരോനോട് പറയുകയാണ്, നിന്റെ സഹോദരൻ്റെ കുഴപ്പത്തിന് നീ കൂട്ടായിരിക്കും. ഈ ശരിക്കുമുള്ള ജീവിതം ഏതാണെന്നറിയാമോ? നൊമ്പരങ്ങൾക്ക് കൂട്ടുചേർന്നാണ് ജീവിതം കൊണ്ടുപോകേണ്ടത്. എല്ലാ കഴിവും എല്ലാവർക്കും ഇല്ല. ഉണ്ടോ? ആണോ? എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തു കഷ്ടമായിരിക്കും. സത്യമല്ലേ? ഇഫ് എവരിബഡി ഹാസ് ഓൾ ദ ക്വാളിറ്റി, നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഒരുപോലെയാണ്, എന്ത് കഷ്ടമായിരിക്കും. ശരിയാണോ? ഞാനൊരു വീട്ടിൽ പോയേ, അപ്പം ഒരു പിരിവിന് പോയാണേ. അന്നേരം കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ എമൗണ്ടൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട്, അച്ഛാ ഒരു 5000 അങ്ങ് എഴുതിക്കൂ. 5000. അപ്പോൾ ഒരു ചുമ കേട്ടേ,
അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ വെയിറ്റ്. അച്ഛൻ പെട്ടെന്ന് മുറിക്കകത്ത് വരെ പോയേ, തിരിച്ചു കൊണ്ടുപോയി. അച്ഛാ 2500 എഴുതിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, എഴുതുന്നില്ല സാറേ. അതിനെ എഴുതാത്തെ? ഞാൻ പറഞ്ഞു, ഇനിയും ചുമയുണ്ട്, ഇത് പോകുമല്ലോ. 2 ചുമയാണെങ്കിൽ ഞാൻ കാശ് അങ്ങോട്ട് തരണമല്ലോ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഈ 2 പേരും കൂടെ ചേരുന്നത് കൊണ്ടാണ് ബാലൻസ്. ശരിയല്ലേ? ചിട്ടി അടയ്ക്കണമെന്ന് ഈ അമ്മാമ്മയ്ക്കേ അറിയത്തുള്ളൂ. ലോൺ അടയ്ക്കുന്ന കാര്യം അമ്മാമ്മയെ ഓർക്കത്തുള്ളൂ. ഈ അച്ഛൻ ചിലപ്പോൾ അല്ലാതെ ഓരോന്ന് പിടുത്തം വിട്ടങ്ങ് പോകും. സോ ഈ ഒരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ കസിൻസ് തമ്മിൽ ഒരു ഷെയറിങ് ഓഫ് ദ ഗോസ്പൽ വേണം. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, എക്സ്റ്റെൻഡഡ് ഫാമിലിക്കകത്ത് ഒരു ഗോസ്പൽ ഷെയറിംഗ് ആണ് വേണ്ടത്. കല്യാണ തലേന്ന് ഒരുമിച്ച് വന്ന് കസിൻസ് പ്രാർത്ഥിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ശരിയാണോ? ആണോ? മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കല്യാണ തലേന്ന് എന്നാൽ കൊച്ചിനെ കാണത്തില്ല, ഷൂട്ടുകാരൻ കൊണ്ടുപോയെന്ന്. കൊച്ചവിടെ ഇല്ല, വീട്ടുകാരും ഇല്ല. കാരണം വീട്ടുകാരും ഇപ്പം തലേ ദിവസമേ ബ്യൂട്ടി പാർലറിൽ പോകും. എനിക്ക് ഈയിടെ അനുഭവം ഉണ്ടായി. കൊച്ചിയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ഫാമിലി എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചു. കല്യാണത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ടും ആ പകൽ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും വൈകിട്ട് ഒരു 6:30 മണിക്ക്, നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് എല്ലാവരും ഇവിടെ കാണുമല്ലോ, അവിടെ ചെന്നു. വീട് അടച്ചിട്ടേക്കുവാണ്. 2 പേര് ജഹാംഗീർ പോലെ മുറ്റത്ത് നിൽപ്പുണ്ട്, സെക്യൂരിറ്റി. ഞാൻ ചോദിച്ചു, ഇവിടെ ഉള്ളവരെല്ലാം? അവരെല്ലാം പോയേക്കുവാണ്. പെൺകുട്ടിയാണ്. മോള് ഷൂട്ടിങ്ങിന് പോയേക്കാണ്, എന്താ പ്രീ വെഡിങ്ങിൻ്റെ ഷൂട്ട്. അമ്മാമ്മയും അച്ഛനും ഒക്കെയോ? അമ്മാമ്മയും ഒക്കെ ഫ്രഷ് ആവാൻ പോയേക്കുവാണ്. ശരി, എവിടെ? അവർ അടുത്തങ്ങാണ്ടൊരു സ്ഥലത്ത്. ഞാൻ അവരെ വിളിച്ചു. സാമച്ചനാണ്. അച്ഛൻ എന്തോ പറ്റി? ഇന്ന് നാളെയാ കല്യാണം. ഞാൻ പറഞ്ഞു, നാളെയാണെന്നറിയാം, ഇന്നും നാളെ വരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഒരു 2.5 മണിക്കൂർ എടുക്കും ഞങ്ങൾ വരണമെങ്കിൽ. കാരണം ഇത് എല്ലാം ഇട്ട് വാർണിഷ് അടിച്ച് പൊട്ടിയിട്ട് പിന്നെ നൂലും കൊണ്ട് എന്തോ കടിച്ച് പറിച്ച് 1.25 മണിക്കൂർ കുർബാന നീണ്ടുപോയ വഴക്കാണെന്ന്. 1.25 മണിക്കൂർ നീണ്ടുപോയ വഴക്കാണെന്ന്. 15 മിനിറ്റിനപ്പുറം പ്രസംഗം പോയ തുള്ളലാണെന്ന്. ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പറയണ്ടേ? അതുകൊണ്ട് ഞങ്ങളുടെ പുലിക്കത്തെ അമ്മച്ചി പറയുമായിരുന്നേ, ഇച്ചിരി മനസമാധാനം കിട്ടാൻ വേണ്ടിയാണ് പള്ളി വരുന്നത്. ഈ അച്ഛൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അതുകൂടെ അങ്ങ് പോകുന്നുണ്ടെന്ന് എന്തായാലും. So let me come back. Hebrews chapter 11 verse 23 says like this: By faith Moses, when he was born, was hidden for 3 months by his parents, because they saw that the child was anointed. Many a time translations are wrong. അവൻ അഭിഷേകമുണ്ടെന്ന് തിരിച്ചറിയുന്ന പേരൻസ്, കാരണം അവർ രാജാവിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടു. അങ്ങനെയുള്ള പേരൻസ് ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള പേരൻസ് ഉണ്ട് ഇന്നും. അവർക്കായി ദൈവത്തിന് സ്തോത്രം. CSSൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. കഴിഞ്ഞിടയ്ക്ക് ഒരമ്മയും മകളും കൂടെ CSS വന്നു. 3.5 മണിക്കൂറോളം ഈ CSSലുണ്ടവർ. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുക, എന്തെങ്കിലും എടുത്തു തരണോ? അപ്പോൾ ഈ അമ്മ പറയും, വേണ്ടച്ചോ, എനിക്കറിയാം എന്തൊക്കെയാണ്, ഞാൻ എല്ലാ മാസവും ഒരു ദിവസം ഇവിടെ ഇരുന്ന ആളാണ്. ഗുഡ്. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച്. കുഞ്ഞിന് ഫ്രഷ് ആണെങ്കിൽ വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം. പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ മാസവും വരുന്നത്? പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം പുസ്തകമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് എൻ്റെ മകൾ കണ്ടാൽ മതി, അവൾ തന്നെ ഇത് പിന്നെ പഠിച്ചോളൂ. പേരൻറ്റിങ് ഈസ് വീഡിയോ നോട്ട് ഓഡിയോ. Parenting is video not audio. കേട്ടോ? പറഞ്ഞ് ചെവി കൂടെ രൂപാന്തരപ്പെടുത്താനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇതാ ഒരു പേരൻറ്റിങ്ങിനെ നമ്മൾ കാണുകയാണ്. അവർ രാജാവിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് രാജഭയമല്ല, ദൈവഭയമുള്ളതുകൊണ്ട് അവർ ഉറച്ചു നിന്നു. എന്ന് മാത്രമല്ല, ആ വീട്ടിൽ ആ സുവിശേഷ ബന്ധം ഭാര്യാഭർത്തൃബന്ധത്തിലുള്ളതിനാൽ മക്കൾ തമ്മിലും അത് കൊടുത്തു. മക്കൾ തമ്മിൽ രക്തബന്ധത്തിനപ്പുറത്ത് ഒരു സുവിശേഷ ബന്ധം ഉണ്ടായാൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഗ്രിഗറി ഓഫ് നിസ്സയുടെയും മക്രീനയുടെയും കാര്യം ഞാൻ പറഞ്ഞു. അതിനുശേഷം നാം കാണുന്നത് അഹരോനും മോശയും.
വലിയ ലാർജ് ഫാമിലിക്കകത്തും ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിലൊരു സുവിശേഷ ബന്ധം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഫൗണ്ടേഷനാണ് ഫാമിലികൾക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നാണ് നല്ല പേഴ്സൺസ് ഉണ്ടാവുന്നത്. ആണോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, പട്ടിക്കുട്ടിയെ വാങ്ങിക്കുമ്പം പിഡിഗ്രിയും കൂടെ നോക്കും. ശരിയല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ കാണണം, നല്ല വീഡിയോ ഒക്കെ കാണണം. എനിക്ക് പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്, ലാബ് എല്ലാം എനിക്കിഷ്ടമാണ്. പഗ് എല്ലാം ഇഷ്ടമാണ്. 2 ഉണ്ട് വീട്ടിലെ. അപ്പം നമ്മൾ ഉടനെ ഞങ്ങൾ 9 വർഷം മുമ്പ് ഒരു ലാബിനെ വാങ്ങിച്ചത്. പോകാൻ നേരത്ത് എൻ്റെ മോൻ പറഞ്ഞു, അപ്പം ലീനിയേജ് നോക്കണം കേട്ടോ. ലീനിയേജ്? അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ കാര്യത്തിൽ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞങ്ങ് ചോദിച്ചാൽ മതി അവിടെ ചെല്ലുമ്പോൾ, എനിക്കൊന്നും ചോദിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇവൻ ചെന്നിട്ട് അതിൻ്റെ ലീനിയേജ്, അപ്പോൾ ഈ കടക്കാരൻ നേരത്തെ ഇത്തിരി കുറേ ആൾക്കാരെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ പട്ടിയുടെ 5 തലമുറ പുറയിലുള്ള പട്ടി അങ്ങാണ്ട് ഈസ്താംബൂളിൽ നിന്നങ്ങാണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. പെഡിഗ്രി വളരെ പ്രധാനമാണ്. ഡിഗ്രി മാത്രമല്ല. ആണോ? നമുക്കിപ്പോൾ ഡിഗ്രി മതി. ഡിഗ്രിക്ക് അങ്ങ് ടൂ മച്ച് ഇമ്പോർട്ടൻസ് ആണ്. ടൂ മച്ച്. തിരിച്ചു വരട്ടെ. അങ്ങനെ ഉണ്ടായ പേഴ്സണാണ് മോശ. ഈ മോശയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നറിയാമോ? ഈ വീട്ടിൽ വളർന്നതുകൊണ്ട് മോശയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, മോശയ്ക്ക് ടെമ്പററിയും ഇറ്റേണലും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അറിയാം. മനുഷ്യനാത്മികനാവുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം വാട്ട് ഈസ് ടെമ്പററി ആൻഡ് വാട്ട് ഈസ് ഇറ്റേണൽ. ഈ ഡിസേൺമെൻറ്റിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. ആത്മിക ജീവിതം തുടങ്ങുന്നത് വാട്ട് ഈസ് ലാസ്റ്റിംഗ്, വാട്ട് ഈസ് പെരിഷബിൾ. നമുക്ക് വളരെ സന്തോഷമുണ്ട്. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന ഒരു പുസ്തകം നിമിത്തം ഈ ലോകം മുഴുവൻ നമ്മുടെ മിനുക്കൊച്ചമ്മയെ അറിഞ്ഞു. മിനുക്കൊച്ചമ്മയും കൊച്ചമ്മയുടെ മകൻ ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയച്ചു. ബാബു എബ്രഹാം വിളിച്ച് ഫ്രാൻസിൽ നിന്ന് ഒരു 20 മിനിറ്റോളം മിനുക്കൊച്ചമ്മയെക്കുറിച്ചൊരു സാക്ഷി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു എഴുതി ഇങ്ങ് തരണം, അത് മാത്രം ഞങ്ങൾ ചെയ്യാം. ടെമ്പററി എന്താണെന്നും ഇറ്റേണൽ എന്താണെന്നുമുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അങ്ങനെ ആയത്. ശരിയാണോ? നമുക്ക് പലർക്കും ടെമ്പററിയാണ് ഇറ്റേണൽ. ശരിയാണോ? എൻ്റെ ഒരു അബദ്ധം പറയാം. ഞാനിത് കുവൈറ്റ് സിറ്റി പറഞ്ഞിട്ടുണ്ട്. സൂസൻ ടീച്ചറും 2-3 പേര് ഇവിടെ ഇരിക്കുന്നവർ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന പോലെ ഇരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. സൂസൻ ടീച്ചർ ശരിക്കും ശ്രദ്ധിക്കുന്ന ആളാണ്. ഞങ്ങളുടെ വീട് അപ്പൻ മരിച്ചു കഴിഞ്ഞൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ വീതം വെച്ചു. വീതം വെച്ചപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ നാട്ടിയൊരു 2 തെങ്ങ് വീതത്തിൽ അപ്പുറത്തോട്ട് പോവാണ്. ഞങ്ങൾ വെച്ചതായതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും കൂടെ ഓടിച്ചെന്ന് അതേ കെട്ടി അങ്ങ് പിടിച്ച് വിടമാട്ടെ. എന്ത് ചെയ്താൽ വിടത്തില്ല. അപ്പോൾ ഈ അളക്കാൻ വന്നവരെ ഞങ്ങൾ അളക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട്, ഞങ്ങളുടെ അമ്മയ്ക്ക് സുവോളജി അറിയത്തില്ല, ഓങ്കോളജി അറിയത്തില്ല, അനാറ്റമി അറിയത്തില്ല, ആന്ത്രപ്പോളജി അറിയത്തില്ല, സൈക്കോളജി അറിയത്തില്ല, പാലിയൻറ്റോളജി അറിയത്തില്ല, നാനോ ടെക്നോളജി അറിയത്തില്ല. അമ്മയ്ക്ക് മഡലോളജി എന്ന് പറഞ്ഞൊരു സാധനം അറിയാം. ഒരു മടലും കൊണ്ട് വന്ന് എൻ്റെ അനിയനും എനിക്കും 2 ഇങ്ങ് തന്നു. ഓർഡറാന്ന് പറഞ്ഞു. ഞങ്ങൾ 2 മുറിക്കകത്ത് പോയി. വൈകിട്ട് വരെ ഞങ്ങളുടെ മുഖം എത്രയുണ്ട്? ഒരു കൊട്ടയുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഞങ്ങളുടെ മുഖം എത്രയുണ്ട്? ഒരു കൊട്ടയുണ്ട്. പാട്ടൊക്കെ പാടി. പാട്ടൊന്നും ശരിയേ അല്ല. വേദോത്സവം വായിക്കുന്ന അമ്മ ചോദിച്ചു, എന്നാടെ 2ൻ്റെ മുഖം വല്ലായിരിക്കുന്നത്? അപ്പം ഞാനങ്ങ് പറഞ്ഞു, നമ്മുടെ തെങ്ങങ്ങ് പോയില്ലയോ? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ, ഈ തെങ്ങും പിടിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ആയുസ് മുഴുവൻ നീ എലന്തൂ കിടന്ന് കറങ്ങും. ഇത് ഉപേക്ഷിക്കേണ്ടപ്പോൾ നീ ഉപേക്ഷിച്ചാൽ ദൈവം നിന്നെ നോക്കിക്കൊള്ളും. അന്ന് ആ തെങ്ങയെ പിടിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കേരള സംസ്ഥാന തെങ്ങ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് പത്തനംതിട്ട ഞാൻ കണ്ടതിന്. ഈ അടുത്ത സമയത്ത് എൻ്റെ അനിയൻ പാലക്കാടാണ് വൈഫ് ഹൗസൊക്കെ. അപ്പോൾ അവനവിടെ പോയപ്പോൾ അവനും കൂടെ ഇച്ചിരി പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്. ഒരു 10-200 തെങ്ങുണ്ട്. ഞാൻ പറഞ്ഞടാ, നീങ്ങി വന്നേ, ഒരു കഥ നിന്നോട് എനിക്ക് പറയാനുണ്ട്, നോക്ക്. എത്ര തെങ്ങുണ്ടോ? അമ്മ എനിക്കറിയത്തില്ല അച്ചാച്ചാ, 10-200 കാണും. ഞാൻ പറഞ്ഞു, പണ്ട് നമ്മുടെ അമ്മ ഒരു അടി തന്നത് എൻ്റെ പാടിപ്പോഴും കാണും. പണ്ടത്തെ അമ്മമാരൊക്കെ അല്ലേ, അടിക്കാൻ ഞാൻ അടിയല്ല. ഇപ്പോഴത്തെ അമ്മയല്ലേ, മോനെ കം ടേക്ക് 1 അടി ആൻഡ് ഗോ ഇഫ് യു ആർ കംഫർട്ടബിൾ. കാരണം സൈക്കോളജി പഠിച്ചിട്ടില്ലല്ലോ അച്ഛാ. എനിക്കും ഉണ്ട് പാടിപ്പോഴും, അവനും ഉണ്ട്. ഞമ്മേടാ ഈ ഡിസേൺമെൻറ്റ് അതാണ് മോശ പറഞ്ഞത്.
ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നതല്ല എനിക്കിഷ്ടം ഞാൻ ദൈവ പൈതലാണ്. Therefore I discern what is lasting, what is temporary, what is perishable, what is eternal. ഇതിൻ്റെ പേരാണ് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് നശ്വരം, എന്താണ് ശാശ്വതമെന്ന പോരാട്ടം നിരന്തരമുണ്ട്. അതുകൊണ്ടാണ് സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. ഇതെല്ലാ ദിവസവും പറയണം, വേണ്ടേ? ശരിയല്ലേ? മാർത്തോമക്കാർക്ക് നൊയമ്പുണ്ടോ? അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു ഉണക്കമീൻ കൂട്ടാമെന്ന്. അങ്ങനൊരു കാനൂനിലും ഇല്ലച്ചു. നമ്മൾ ഓരോ ന്യായം പറയും. ഞാനൊരിടത്ത് ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ദശാംശം ബേസിക്കാണ്, സത്യം പറഞ്ഞു. ദശാംശം അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നതാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പാരമ്പര്യം. എനിവേ, ബേസിക് ദശാംശയിലും കൊടുക്കണം. ദശാംശത്തെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഭയങ്കര പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ ക്ലാസ്സായിരുന്നു, സംശയം. ഒരാൾ എഴുന്നേറ്റു, അച്ഛാ ഒരു സംശയം. എന്താണ് സംശയം? ദശാംശം മൊത്തത്തിൻ്റെ ആണോ ബേസിക്കിൻ്റെ മാത്രമാണോ കൊടുക്കേണ്ടതെന്ന്? എൻ്റെ പൊന്നു. So you unknowingly absolutize what is perishable, right? And you live for what is perishable. അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. നെടുംപ്രയാർ ഒരു അമ്മച്ചി മരിച്ചു. ആ അമ്മച്ചിയുടെ മക്കളെല്ലാവരും വന്നു. അമ്മച്ചിയുടെ മക്കളെല്ലാവരോടും അമ്മച്ചി പറഞ്ഞു, വ്യാഴാഴ്ച 11 മണി കഴിയുന്നതിന് വരെ ആരും എങ്ങും പോകരുത്. വ്യാഴാഴ്ച രാവിലെ അമ്മച്ചി പ്രാർത്ഥിച്ചു. അമ്മച്ചി പറഞ്ഞു, ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ. അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് 11 മണിക്ക് പോയി. ഇതിൻ്റെ പേരാണ് വിശ്വാസം. മോശയ്ക്കറിയാമായിരുന്നു വാട്ട് ഈസ് പെരിഷബിൾ, വാട്ട് ഈസ് ഇംപെരിഷബിൾ. തൃത്വവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളരുന്ന കുഞ്ഞിനാണ് എന്താണ് നശ്വരം, എന്താണ് ശാശ്വതമെന്ന തിരിച്ചറിവ് ഉള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് പുതുതലമുറയെക്കുറിച്ച്. വളരെ നല്ല കുഞ്ഞുങ്ങൾ ധാരാളം പേര് നമുക്കുണ്ട്. ധാരാളം യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഓരോ ദിവസവും കാണുന്ന മക്കൾ, അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം പാലാക്കാരി ഒരു കൊച്ച് വന്നു. നിങ്ങൾ കേൾക്കണേ, പാലാക്കാരി കുട്ടിയാണ്, CSSC വന്നു. കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാത്തലിക്കാണ്. കയ്യിലൊരു കൊന്തയൊക്കെ ഉണ്ട്. 14 വയസ്സ്, 9ാം ക്ലാസ്. അവിടെ പേരൻസിനെയും കൊണ്ട് വന്നേക്കുവാണ്. മിഷനറി ചരിത്രം പഠിക്കാൻ അവൾ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അവൾ പറഞ്ഞു, അച്ചു, ഐ ഓൾസോ വാണ്ട് ടു ബിക്കം എ മിഷണറി. അപ്പോൾ അതായത് ഈ അറസ്റ്റ് നടന്നതിൻ്റെ 3ാം ദിവസമാണ് ഈ കൊച്ചു വരുന്നത്. ഈ അറസ്റ്റ് നടന്നതിൻ്റെ 3ാം ദിവസം അങ്ങനൊരു കൊച്ചു വരണമെങ്കിൽ വാട്ട് ഈസ് ലാസ്റ്റിംഗ്, വാട്ട് ഈസ് നോട്ട് ലാസ്റ്റിംഗ് എന്ന് ഈ കുഞ്ഞിന് അറിയാം. ഈ മോശയ്ക്ക് കിട്ടിയ തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വീടുകളിൽ സമാധാനമാകും. ശരിയാണോ? ആണോ? പിണങ്ങി ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാമേ. പിണങ്ങി ഉറങ്ങുന്നവരുണ്ടോ? ഞാൻ അങ്ങനെ ഉറങ്ങാറില്ലേ. എൻ്റെ കാര്യം പറയാം. 23 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസവും അങ്ങനെ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കാര്യം പറയാമേ. പിറ്റേ ദിവസം പെട്ടിയിലല്ല കട്ടിലല്ല എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മളങ്ങ് പറയുമല്ലോ, ഇനി ബാക്കി നാളെ പറയാമെന്ന്. ആര്? ദ ഗ്രേറ്റസ്റ്റ് വണ്ടർ ഈസ് ദ മോർണിംഗ്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ചെയ്യണം? ഓ താങ്ക് യു ലോർഡ്, അല്ലേ? ദൈവമേ, ഈ ഒരു ദിവസം എനിക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അമ്മച്ചിക്ക് 86 വയസ്സിലൊക്കെ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് കണ്ണ് കാണത്തില്ല. അന്നൊന്നും ഈ ഡയബറ്റിക്സിന് ഇത്രയും നല്ല ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇതുപോലുള്ള നല്ല ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഡയബറ്റിക്സിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഞങ്ങളുടെ അമ്മച്ചി 18 വർഷത്തോളം കണ്ണിന് ശരിക്കും കാഴ്ചയില്ലായിരുന്നു അവസാന കാലങ്ങളിൽ. പക്ഷെ അമ്മച്ചി വെളുപ്പിനെ എഴുന്നേക്കും. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. അയ്യോ, എനിക്ക് കേൾക്കുമ്പോഴേ കലിപ്പ. എപ്പോഴാ? 4:45 5 മണി ഉഷകാലം. നമ്മളാ പുതപ്പങ്ങിട്ടിടും. അമ്മച്ചി പിന്നെ ഉഷകാലം നാം. ഈ അമ്മച്ചിക്ക് ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് അറിയാമായിരുന്നു വി ബിലോങ് ടു ദ ഇറ്റേണൽ, വി ഡോണ്ട് ബിലോങ്. അതുകൊണ്ട് അമ്മച്ചിയുടെ പ്രത്യേകത, കണ്ണ് കാണാൻ വയ്യാന്ന് ഒരിക്കലും പരാതി പറഞ്ഞിട്ടേ ഇല്ല. ഈ ടെമ്പററിയെ അബ്സല്യൂട്ടൈസ് ചെയ്യുമ്പോൾ പരാതിയെ കാണൂ. മനസ്സിലായോ? ടെമ്പററിയെ അബ്സല്യൂട്ടൈസ് ചെയ്യുന്നതുകൊണ്ടാണ് പരാതി. ഫ്രസ്ട്രേഷൻ ഈസ് ബിക്കോസ് വി അബ്സല്യൂട്ടൈസ് ദ വിസിബിൾ വേൾഡ്. നമുക്ക് മനപ്രയാസം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ സ്വന്തക്കാരും നമ്മളെക്കാൾ നല്ലതാകുമ്പോൾ നമുക്ക് മനപ്രയാസം. ശരിയല്ലേ?
ക്രിസ്തുസ് തിരുമേനിയുടെ പഴയ കഥ നമുക്കറിയാവുന്നതാണല്ലോ. കൊച്ചിന് കെമിസ്ട്രിക്ക് മാർക്ക് 36. അമ്മ പറഞ്ഞ് സാരമില്ല, പോട്ടടി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ മാർക്ക് കുറയും. അമ്മ അയലോക്കത്ത് വീട്ടിൽ പോയി തിരിച്ചു വന്ന് 2 അടി കൊടുത്തു. എന്തിനാ എന്നെ ഇപ്പോൾ അടിക്കുന്നത്? അവിടുത്തെ മാർക്ക് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. See, we have the sadness not just because of the temporary situation of our home, also because of the other home. മോശ പറയുകയാണ്, ഈ തൽക്കാല ഭോഗത്തെക്കാൾ എനിക്ക് നിന്ന തന്നെ വലിയ ധനം. അതുകൊണ്ട് മോശ ഫറവോന്റെ മുന്നിൽ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഏത് ജീവിതാനുഭവത്തിൻ്റെയും മുന്നിൽ യു വിൽ ബി ഗ്രൗണ്ടഡ് ഇൻ ഗോഡ്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. എല്ലാ റിയാലിറ്റിയും അത്ര കംഫർട്ടബിൾ അല്ല. ലൈഫ് ഈസ് ടഫ് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ശരിയാണോ? ഏത് ജോലിയാണ് എളുപ്പം? ഏത് ജോലിയാണ് എളുപ്പം? എൻ്റെ കൊച്ചിലോട്ടെ അമ്മ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥന, ചൊവ്വാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ കുർബാന ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ചിന്തയിൽ അച്ഛന്മാരുടെ ജോലി വളരെ സുഖമാണ്. എപ്പോഴും ഇവർ പ്രസംഗിക്കുന്നു, ഞങ്ങളുടെ അമ്മയൊക്കെ താറാമുട്ട കൊടുക്കും, എല്ലാവരും നല്ല ഭക്ഷണം കൊടുക്കും. എൻ്റെ ചിന്തയിൽ ഇവർക്ക് ബട്ടൺ പോലും ഇടണ്ട. കാരണം അന്നത്തെ പ്രായത്തൊക്കെ ഈ ബട്ടൺ വലിയ ടെൻഷനാണെന്നേ. ഒരെണ്ണം ഇടുമ്പം ഒരെണ്ണം കയറിപ്പോവും. ഓർക്കുന്നില്ലേ? ഈ ബട്ടൺ തന്നെ ഒരു ദുരിതമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛന്മാർക്ക് ബട്ടൺ പോലും വേണ്ട. ഇവരുടെ വലിയ കട്ടിൽ കാണും, ഡൈവ് ചെയ്താൽ കയറി ഇറങ്ങി ഇങ്ങി പോരും. എവറി ജോബ് ഫ്രം ദി അതർ സൈഡ് ഈസ് ഈസി. ശരിയല്ലേ? ടീച്ചർ വിചാരിക്കുന്ന അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ഈസിയാണെന്നാണ്. ശരിയാണോ? അക്കൗണ്ടൻറ്റ് വിചാരിക്കുന്ന ടീച്ചർമാർ വെറുതെ കിടന്ന് നലച്ചാൽ മതി എന്നാണ്. ശരിയാണോ? നമ്മൾ വിചാരിക്കുന്നത് മറ്റേ ആൾക്ക് സന്തോഷമാണെന്നാണ്. എല്ലാ ജോലിക്കും ടഫ്നെസ് ഉണ്ട്. എല്ലാത്തിനും ടഫാണ്. എല്ലാത്തിലും പ്രയാസമുണ്ട്. ലൈഫ് ഈസ് ടഫ് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. വി ഓൾ ഹാവ് ഡിഫറെൻറ്റ് ഫറോസ്, അല്ലേ? ഏതെങ്കിലും ചില ഫറവോകളെ നമ്മൾ കാണേണ്ടി വരും. ഇന്ന് രാവിലെ 7:30 മണിക്ക് തൃശ്ശൂർ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. 7:30 ഞാൻ സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഓടിക്കാൻ. സ്ട്രെയിറ്റ് വണ്ടി ഓടിച്ച് വരികയാണ്. ഒറ്റ വരവാണ് 6 മണിക്ക് തിരുവനന്തപുരം. ഈ വരുന്ന വരയ്ക്ക് 3 പ്രാവശ്യം ഒരു ലോറിക്കാരൻ എന്നെ തട്ടിയേ പറ്റൂ. 16 ടയറിൻ്റെ ലോറിയാണ്. 3 പ്രാവശ്യം കയറി വരികയാണ്. ഞാൻ എൻ്റെ കർത്താവ്, ഇവൻ തട്ടിയ കുഴപ്പമില്ല, ഇന്ന് പണിഷ്മെൻ്റ് അതുകൊണ്ടാണ് കുഴപ്പം. 3-ാം പ്രാവശ്യം ആയപ്പോൾ ഞാൻ വണ്ടി അങ്ങ് നിർത്തി അങ്കമാലിക്ക് ഇപ്പുറത്ത് വെച്ച്. ഞാൻ ഇറങ്ങി നിന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ അങ്ങ് പോയിട്ട് അബ് ജാവനാ ഉസ്കെ ബാദ് മേ ചലെങ്കി. എല്ലായിടത്തും പറവയുണ്ട്, അല്ലേ? ശരിയല്ലയോ? ചെറുത് വലുത്. ശരിയാണോ? ആണോ? നിങ്ങൾ വെറുതെ ഈ ഫറവോയെ കണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ നേരെ ചൊവ്വേ ജീവിച്ചിട്ട് ഈ ഫറവോ എൻ്റെ ദൈവത്തിൽ തന്നെ വന്നല്ലോ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. ശരിയല്ലേ? ചില ക്ലാസ്സിൽ ചില ഫറവോ ഉള്ള നിമിത്തം ചില വിഷയം ഞാൻ പഠിക്കണം തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം. Whether you like it or not, we all have little pharaohs and bigger ones. പക്ഷെ മോശ പറഞ്ഞു, I have seen the Lord, therefore I will not see you as mighty, because I have fixed my eyes on the Almighty, therefore I will not be frightened by you. This is the logic of Christian living. Yes, experiences are tough. Yes, experiences are making us weak. But in God we will face it. എൻ്റെ 11th ഇയറിലാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. എൻ്റെ ഫാദറിൻ്റെ അടക്ക ശുശ്രൂഷ എൻ്റെ ജീവിതത്തിലെ റിസറക്ഷൻ്റെ ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ലായിരുന്നെങ്കിൽ, നമ്മളെപ്പോഴും ഓർക്കണം, ഈ സാക്രമെൻ്റ് ഇല്ലെങ്കിൽ ഈ ഒക്കേഷൻ എങ്ങനെ പാസ് ചെയ്യും? നമ്മൾ ഓർക്കണം, എല്ലാവരും ഓർക്കണം. അങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ നിൽക്കത്തില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഫറവോനിക് എക്സ്പീരിയൻസസിൻ്റെ മധ്യത്തിൽ ദയവേത് നിങ്ങൾ ഫ്രൈറ്റൻഡ് ആവരുത്. ബിക്കോസ് ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് കിങ്, ഹീ ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളോടും പറയട്ടെ, ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ വന്നവരാണെങ്കിലും, ഏത് ചലഞ്ചിൽ നിങ്ങൾ വന്നവരാണെങ്കിലും, ഏത് ഫറവോനിക് എക്സ്പീരിയൻസസിനെ കണ്ടുവന്നവരാണെങ്കിലും, ദ ബൈബിൾ സേസ് Moses was strong because he stood that he has seen the Lord, not the Pharaoh. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ നിന്നെ പേടിക്കുകയേ ഇല്ല. എന്ന് മാത്രമല്ല, മോശ അവസാനം പെസഹായും ചോരത്തള്ളിയും ആചരിച്ചു. മോസസ് വാസ് എ സാക്രമെൻ്റൽ പേഴ്സൺ. ചില സ്പിരിച്വലായ ട്രഡീഷൻസ് നമ്മൾക്ക് ആവശ്യം ഉണ്ട്. അത് അബ്സല്യൂട്ട് ആയതുകൊണ്ടല്ല, അതുകൊണ്ടെങ്കിലേ ഹ്യൂമൻ സിവിലൈസേഷൻ നിൽക്കത്തുള്ളൂ. എനിക്ക് വേദനയോടെയാണ് ഞാൻ ഇനി ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. 5 വർഷം സ്വിറ്റ്സർലൻഡിൽ താമസിക്കുകയും ജർമ്മനിയിൽ യാത്ര ചെയ്യുകയും
ഒരു 20 പ്രാവശ്യമേലും UK വിസിറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ക്രിസ്ത്യൻ ട്രഡീഷൻസ് ഒരു രാജ്യത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ അതിൻ്റെ ഡാമേജ് വളരെ 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 സീരിയസ് ആണ്. ചില ട്രഡീഷൻസ് അത് നമുക്ക് ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ ചില ആത്മീക പാരമ്പര്യങ്ങൾ മോശ പറയുകയാണ്, ഈ പെസഹായും ഈ ചോരത്തളിയും എന്ന് നിങ്ങൾക്ക് വേണം. കീപ് സർട്ടൻ ട്രഡീഷൻസ് സോ ദാറ്റ് യു വിൽ ബി ബാലൻസ്ഡ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമെന്ന് പറയുന്നത്. ശരിയാണോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദപുസ്തകം വായിക്കണമെന്ന് പറയുന്നു. ശരിയാണോ? ബിഗിൻ യുവർ ഡേ വിത്ത് ദ ലോർഡ്. ശരിയാണോ? ഒരു യാത്രയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ശരിയാണോ? സഭയുടെ ചില ട്രഡീഷൻസ് അതിനു വേണ്ടിയാണ്. അവസാനിപ്പിക്കട്ടെ. തൃത്വ അധിഷ്ഠിതമായ കുടുംബം എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ വിഷയം. തൃത്വ അധിഷ്ഠിതമായ കുടുംബത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, ആ കുടുംബം വിശ്വാസത്തിലൂടെയാണ് ജീവിക്കുന്നത്. വിശ്വാസം എന്താണ്? എബ്രായ ലേഖനം 11 അധ്യായം 3 വാക്യം. വിശ്വാസത്താൽ ഈ ദൃശ്യമായതിന് അദൃശ്യമായത് കാരണമാണെന്ന് നാം തിരിച്ചറിയുന്നു. ബൈ ഫെയ്ത്ത് വി ഡിസേൺ ദാറ്റ് ഫോർ ദ വിസിബിൾ വേൾഡ് ദർ ഇസ് ആൻ ഇൻവിസിബിൾ റിയാലിറ്റി ആൻഡ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് കോൾഡ് ഫെയ്ത്ത്. അതുകൊണ്ട് വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് അഭിഷേകമുള്ള പൈതലിനെ തിരിച്ചറിയാൻ സാധിച്ചു. സുന്ദരം എന്നും ബ്യൂട്ടിഫുൾ എന്നും പറഞ്ഞിരിക്കുമ്പോൾ വാസ്തവമായി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അഭിഷേകമുള്ളതെന്നും ഗ്ലോറി ദൈവത്തിൻ്റെ ഉള്ളതുമെന്ന് ആണ്. ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിച്ചു. ആ കുഞ്ഞിനെ അപ്രകാരം വളർത്തുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവരുടെ വീട്ടിൽ രക്തബന്ധങ്ങൾക്ക് മേൽ ഒരു സുവിശേഷ ബന്ധം ഉള്ളത് കൊണ്ട് ആ ബന്ധങ്ങളെ ശരിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് മിരിയാമും മോശയും തമ്മിൽ ഒരാത്മീക ബന്ധമുള്ളത്. പരസ്പരം വേണ്ടാത്ത പെങ്ങന്മാരും ആങ്ങളമാരെയും എനിക്കറിയാം, സഹോദരങ്ങളെ എനിക്കറിയാം. വലിയ കൂട്ടരാണ് രണ്ടുപേരും ആത്മീകമായി ശക്തരാണ്. രണ്ടുപേരും പ്രെയർ വാരിയേഴ്സാണ്. ക്ഷമിക്കണം, രണ്ടുപേരും വാരിയേഴ്സാണ്. പക്ഷേ ഈ ബന്ധം ശരിയാവുന്നില്ല എന്ന് മാത്രമല്ല, സിബിളിംഗ് ബന്ധം പോലും രക്തബന്ധത്തിലല്ല, സുവിശേഷ ബന്ധത്തിൽ മാത്രമാണ് പറ്റുന്നത്. അതുകൊണ്ട് എന്തു പറ്റി? അതുകൊണ്ട് അവർ രാജാവിനെ ഭയക്കാതെ ദൈവത്തെ ഭയന്നു. അതുകൊണ്ടാണ് മോശ ഉണ്ടാവുന്നത്. മോശയ്ക്കുള്ള കപ്പാസിറ്റി എന്താണ്? താൽക്കാലികമെന്ത് നിത്യമെന്തെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് മോശ. ജീവിതയാത്രയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹമാണ് മാർത്തോമക്കാർ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സഭയിൽ അച്ഛനായിരിക്കുന്നതിൽ. 92 കേസുകൾ ആരോടും ചോദിക്കാതെ പിൻവലിച്ചതാണ് ടൈറ്റസ് സെക്കൻഡ്. തീത്തുസ് തിരുമേനി 92 കേസ് വിട്ടുകൊടുത്ത് പിൻവലിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസമുണ്ടായത്. അസറ്റല്ല പ്രധാനം, വിശ്വാസമാണ് പ്രധാനം. അത്തരം ആക്ഷൻസാണ് നമ്മുടെ സഭയെ നിലനിർത്തിയത്. എന്താണ് താൽക്കാലികം, എന്താണ് നിത്യം? എല്ലാ ദിവസവും ചോദിക്കണം. ഒരു സേവികാ സംഘത്തിൽ പൂരെ അടിയാണ്. 20 മിനിറ്റ് ഒരു വിഷയം തീരുമാനമാകുന്നില്ല. വട വേണോ ഉഴുന്നുവട വേണോ? അച്ഛന്മാരുടെ ജീവചരിത്രം എഴുതുവാണെങ്കിൽ 2 പേജിലും വടയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നാണ് എൻ്റെ ചിന്ത. നശ്വരമേത് ശാശ്വതമേന്ന് തിരിച്ചറിയാത്തവർ, അതുകൊണ്ടാണ് തലമുറ പള്ളിയിൽ കയറാത്തത്. അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. They are fed up with this funny game. They are not into political techniques. They don't like narcissistic behavior. They don't like projections. They don't like self-gossiping. ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് ഒരു ചെറുക്കൻ ഒത്തിരി കല്യാണം ആലോചിച്ചു. അവസാനം ആലോചന ഒന്നും ശരിയാകഞ്ഞപ്പം അപ്പൻ പറഞ്ഞു, മോനെ ഇന്ന ആടെ മോളെ അങ്ങ് ആലോചിക്കട്ടെ. അപ്പാ എന്നോടിങ്ങനെ ചെയ്തല്ലോ. എന്താടാ? എല്ലാ ദിവസവും വന്നിട്ട് ആ അച്ഛൻ്റെ കുറ്റം പറയുകയും അവൻ കള്ളനാന്ന് പറയുകയും ചെയ്യുന്നില്ലേ. ആ കള്ളൻ്റെ മോളെ എനിക്ക് ആലോചിച്ചോന്നു. സൂക്ഷിക്കണം കേട്ടോ. താൽക്കാലികമെന്ത് നിത്യതയെന്തും തിരിച്ചറിയണം. ആ ഡിസൺമെൻറ്റിൻ്റെ പേരാണ് മോശ. എന്ന് മാത്രമല്ല, മോശ പറഞ്ഞു, ഞാൻ ഫറവോനെ അല്ല ദൈവത്തെയാണ് കണ്ടത്, അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും. അങ്ങനെ ഉറച്ചു നിന്ന മോശ ഈ ജനം സഞ്ചരിപ്പാൻ വേണ്ടി ചില ആത്മീക പാരമ്പര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വീടുകളിൽ 3 നേരവും പ്രാർത്ഥിക്കുന്ന പതിവുകളുള്ള വീടുകളുണ്ട്, ദൈവത്തിന് സ്തോത്രം. 2 നേരം പ്രാർത്ഥിക്കുന്ന പതിവുകളുണ്ട്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വീടുകൾക്ക് ദുരന്തങ്ങളില്ലെന്നുള്ളതല്ല. 18 വർഷങ്ങൾക്ക് മുമ്പ് ജബൽപൂരിൽ ഞാനൊരു വിവാഹം നടത്താൻ പോയി. ആ വിവാഹം നടത്തിക്കഴിഞ്ഞ് ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു 9:30 ആയിട്ടും ആ വീട്ടിലെ പപ്പായെ കാണുന്നില്ല. മകൾ പപ്പായെ വിളിച്ചു, പപ്പ എവിടാ? അപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും ആ വീട്ടിലുണ്ട്.
ഞങ്ങളെല്ലാവരും ഉണ്ട്, പപ്പ മാത്രമില്ല. പപ്പ പറഞ്ഞു ഞാൻ കുറച്ച് കണക്കൊക്കെ സെറ്റിൽ ചെയ്യുവാണ്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, പപ്പ പിന്നെ സെറ്റിൽ ചെയ്താൽ മതി, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. പപ്പ ഞങ്ങളെ ഇതിലോ പഠിപ്പിച്ചത്. അങ്ങനെ പപ്പ ഓടി വന്നു, അവരെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. വേദനയുണ്ട് പറയുന്നത്, 17 വർഷങ്ങൾക്ക് ശേഷം ഈ മകൾ, അന്ന് കല്യാണം നടത്തിയ മകൾ ക്യാൻസറായിട്ട് ലണ്ടനിൽ മരിച്ചു. അടക്ക ശുശ്രൂഷ തന്നെ ഈ പയ്യൻ എല്ലാം ക്രമീകരിച്ചു. പള്ളിക്കാരൊത്തിരി ഹെൽപ്പ് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വൈകിട്ട് ഈ മകൾ ലണ്ടനിൽ നിന്ന് വന്നു. പേരൻസിന് ഇവിടുന്ന് പോകാൻ സാധിച്ചില്ല, പ്രത്യേക സിറ്റുവേഷൻസ്. പക്ഷേ ഈ മകൾ അമേരിക്കയിൽ നിന്ന് വന്നു. പക്ഷേ അടക്കം കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ഒന്ന് ഫോണിൽ കൂടെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, വെച്ചാൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കാം. ജീവിതാനുഭവങ്ങളിൽ ടഫ്നെസ് ഇല്ലെന്നല്ല കേട്ടോ, അന്നും അവൾ പ്രാർത്ഥിച്ചു. എനിക്ക് നിങ്ങൾക്കും ചില കഠിന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നങ്കൂരമാണ് ഈ പ്രാർത്ഥന, അല്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പല അനുഭവങ്ങളുടെ മധ്യത്തിൽ ഇതിനകത്തെ വാക്യങ്ങൾ നിങ്ങൾക്ക് ബലമായിരിക്കും. ഇതിനകത്തെ ആശയങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തും. ഇതിനകത്ത് പറയുന്ന കർത്താവ് നിങ്ങൾക്ക് കൂടെയുണ്ട്. തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാ വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാ തങ്കച്ചിറകാടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സംഗീതം ഞാൻ കൊടു തന്യർക്കം നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു തള്ളി സംഗീതം ഞാൻ കൊടു തന്യർക്കം നോർത്തിതാം സങ്കടം പെട്ടിടുന്നു. കർത്തനയത്ര അനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കി വിധം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് നീ സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളോട് നീ ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ നീ ഞങ്ങളെ പുതുക്കി ബലത്തോടെ നിർത്തുന്നതിനായി സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആചാര്യശ്രേഷ്ഠന്മാരായ വൈദികരെയും ഇടവയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഏവരെയും കഴിഞ്ഞ 50-ലധികം വർഷങ്ങളായി ഞങ്ങളെ പരിപാലിച്ച ഏവരെയും ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസത്തിൽ അവർ കാണിച്ച മാതൃകയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. കാണപ്പെടുന്ന ലോകത്തിന് കാണപ്പെടാത്ത ലോകമാണ് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് കാണപ്പെടുന്ന ലോകത്തെ തിരിച്ചറിവോടെ സമീപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.